الله أكبر الله أكبر الله أكبر الله أكبر. السلام عليكم ورحمة الله تعالى وبركاته. എല്ലാവർക്കും ക്ഷേമൈശ്വര്യങ്ങൾ നേരുന്നു. നമ്മുടെ ജീവിതത്തിൽ മാറ്റിവെക്കാൻ കഴിയാത്ത ഒന്നാണല്ലോ നിസ്കാരം. എന്നാൽ നമ്മുടെ നാടുകളിൽ പള്ളികളുടെ ബാങ്ക് വിളി നമ്മുടെ വീടുകളിൽ കേൾക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ നമുക്ക് കൃത്യസമയത്ത് നിസ്കാരത്തിൻ്റെ ആദ്യ ടൈമിൽ തന്നെ നമുക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള വിഷമം പലരും നമ്മളോട് പങ്കുവെക്കാറുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ പരിഹാരമായി നമ്മളെ എങ്ങനെയാണോ നമ്മുടെ പള്ളികളിൽ ബാങ്ക് വിളിക്കുന്നത് ആ കറക്റ്റ് ടൈമിൽ അതുപോലെ നമ്മളെ ബാങ്ക് വിളിച്ച് നമ്മളെ അറിയിക്കുന്ന നല്ല ഒരു ക്ലോക്കിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത്. നമുക്ക് അതിലേക്ക് കിടക്കാം. Alfajr AZAN clocks and watches are outfitted with the complete AZAN and Qibla directions to always remind you of the times of prayer. Enjoy the AZAN from the comfort of your home or office with the Alfajr desktop and wall clocks. Alfajr watches come in a variety of styles, from the pristine quality of our deluxe, classical and ladies watches to our trendy, youthful, sports and elegant watches. There's something for everyone. Order your watch today at alfajr.co. അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അൽഫജർ ബ്രാൻഡിൻ്റെ CS03 എന്ന ക്ലോക്കാണ്. ആദ്യം നമുക്ക് ക്ലോക്ക് അൺബോക്സ് ചെയ്യാം. ഇനി നമുക്ക് ക്ലോക്കിൻ്റെ ബട്ടൺസിനെ കുറിച്ച് നോക്കാം. ഏറ്റവും ടോപ്പിലായിട്ട് സ്റ്റോപ്പ് ബട്ടൺ ആണുള്ളത്. താഴെയുള്ളത് സെറ്റ് ബട്ടൺ, മൈനസ് ബട്ടൺ, പ്ലസ് ബട്ടൺ ആണ്. അതിന് ഏറ്റവും താഴെയായിട്ട് സ്ലൈഡിംഗ് ബട്ടൺ സെറ്റിംഗ് സ്വിച്ച് ഉണ്ട്. ബാക്ക് വശം നോക്കാം. ബാക്ക് വശത്ത് ഏറ്റവും ടോപ്പിലായിട്ട് വോളിയം ബട്ടണാണ്. അതിന് തൊട്ട് ഇപ്പുറത്തായിട്ട് സിറ്റി സെലക്ടർ ബട്ടൺ. ഏറ്റവും താഴെയുള്ളത് ഫജർ അലാറം സ്വിച്ചും വീക്കെൻഡ്സ് സ്വിച്ചും സ്നോട്ട് സ്വിച്ചുമാണ്. നമുക്കിത് ഓൺ ചെയ്യാം. ആദ്യമായി നമുക്ക് ബേക്ക് കീസ് ഓപ്പൺ ചെയ്ത ശേഷം ബേക്ക് കട്ടിംഗ് പേപ്പർ മാറ്റാം. ഇപ്പോൾ ഡിസ്പ്ലേ ഓൺ ആയിട്ടുണ്ട്. നമുക്ക് ലൈറ്റ് നോക്കാം. ഈ സമയം സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ഈ സ്ലൈഡിംഗ് സെറ്റിംഗ് സ്വിച്ചിൽ ഏറ്റവും അവസാനം കൊണ്ടുപോകണം. ഏറ്റവും അവസാനം കൊണ്ടുപോകുമ്പോൾ ഇവിടെ ടൈം ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ AM ആണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സമയം 6:10 ആയിട്ടുണ്ട്. 6:10 എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. 6:10 PM. ഈ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്ത് 6-ൽ പോകാം. 6 അതിനുശേഷം നമ്മൾ സെറ്റ് ബട്ടൺ പ്രസ് ചെയ്യണം. ഇപ്പോൾ മിനിറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ടൈം ആയത് 6:10 ആയെങ്കിൽ 6:10 പ്രസ് ചെയ്യുക. അതിനുശേഷം വീണ്ടും സെറ്റ് ബട്ടൺ പ്രസ് ചെയ്യണം. ഇപ്പോൾ ഡേ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏതാണ് തീയതി എന്നുള്ളതാണ്. നമുക്കിപ്പോൾ 10 കൊടുത്തു. ഇപ്പോൾ മന്ത്ലി ചോദിക്കുന്നു. മന്ത് നമുക്ക് ഒക്ടോബർ കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇയർ ചോദിക്കുന്നു. പ്രസ് ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ഇയർ സെറ്റ് ചെയ്യാം. ഇപ്പം മൈനസ് ബട്ടൺ അടിച്ച് ബാക്കിലോട്ടും പോകാം. ഇതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ബട്ടൺ പ്രസ് ചെയ്ത് നോർമലി കൊണ്ടുവരണം. നോർമൽ കൊണ്ടുവരുമ്പോൾ ടൈം സെറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സിറ്റി സെലക്ട് ചെയ്യാം. സിറ്റി സെലക്ട് ചെയ്യാൻ വേണ്ടി ആദ്യം
നമ്മൾ ബേക്കിൽ ചെന്നിട്ട് ഈ സിറ്റി സെലക്ടർ ബട്ടണിൽ ജസ്റ്റ് ലോങ് പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ പെന്നോ മറ്റുള്ള എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വരും. ഇപ്പോൾ കൺട്രി കോഡാണ് ചോദിക്കുന്നത്. ഇത് കൺട്രിയിലെ മെയിൻ കോഡും ഇത് സിറ്റി കോഡുമായിട്ടാണ് ചോദിക്കുന്നത്. നമ്മളിപ്പം ദമാമിൽ ആണെങ്കിൽ 3 അടിച്ചാൽ മതി. അതല്ല ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ ഈ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് 91 വരെ കാത്തിരിക്കാം. ഇപ്പോൾ 91 ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മുടെ ഡിസ്ട്രിക്ട് കോഡ് കണ്ടുപിടിക്കാം. ഇപ്പോൾ 495 ആണ് വന്നിട്ടുള്ളത്. കൊച്ചിയിലെ സിറ്റിയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ കൊച്ചിയല്ല വേണ്ട, നമുക്ക് ട്രിവാൻഡ്രമാണ് വേണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്യുക. ഇപ്പോൾ കൊച്ചിയാണ് സിറ്റി സെലക്ട് ആയിട്ടുള്ളത്. നമുക്ക് മൈനസ് അടിച്ച് ഇപ്പോൾ 471 എന്നുള്ളതുകൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ 471 ആണ്. അപ്പോൾ നമുക്ക് തിരുവനന്തപുരം വേണമെങ്കിൽ നമ്മൾ വീണ്ടും സെറ്റ് ചെയ്യുക. ഇപ്പോൾ നാട്ടിലെ മഗ്രിബ് സലയുടെ ടൈമാണ് കാണിക്കുന്നത് 6:09. ഇപ്പോൾ ബാങ്ക് വിളിച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5 എന്നുള്ള കാണിക്കുന്നത് വെച്ചാൽ ബാങ്ക് വിളിച്ചിട്ട് ഇപ്പോൾ 9 മിനിറ്റ് ആയി എന്നുള്ളതാണ്. നമുക്ക് ഈ പ്ലസ് ബട്ടൺ അടിക്കാൻ തന്നെ നമുക്ക് സലയുടെ മാറ്റങ്ങൾ അറിയാം. ഇഷ, ഫജർ, ഷുറൂഖ്, ളുഹർ, അസർ, മഗ്രിബ്. അതിന് നമുക്ക് ഹിജ്റ ഡേറ്റ് വേണമെങ്കിൽ നമ്മൾ ഈ സെറ്റ് ബട്ടണിൽ പ്രസ് ചെയ്താൽ ഹിജ്റ ഡേറ്റ് വരും. ഇപ്പോൾ ഹിജ്റ ഡേറ്റിൽ എന്തെങ്കിലും സെറ്റിങ്ങിൽ മാറ്റം അല്ലെങ്കിൽ ഡേറ്റിൽ വല്ല വ്യത്യാസം വല്ലപ്പോഴും വന്നാൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഈ ബട്ടൺ തന്നെ നമുക്ക് ലോങ് പ്രസ് ചെയ്ത് അങ്ങേറ്റം കൊണ്ട് പോകാം. അതിനുശേഷം നമ്മൾ സെറ്റ് അടിച്ച് വരുമ്പോൾ ഈ ഹിജ്റയിലെ ഡേറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് 12 ഏതാണ് ഡേറ്റ് എന്നുള്ളത് വെച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തതിന് ശേഷം സെറ്റ് ബട്ടൺ കൊടുക്കാം. ഇപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഏറ്റവും പ്രധാനമുള്ള ഒരു ഓപ്ഷനിലോട്ട് പോകാം. തക്വീൻ അല്ലെങ്കിൽ മദ്ഹബ് എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ഇവിടെ അസർ 4:28 ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അതെങ്ങനെ ചേഞ്ച് ചെയ്യുമെന്നുള്ളത് നോക്കാം. ആദ്യം ഈ സെറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഈ സ്ലൈഡിംഗ് സെറ്റിംഗ് മാറ്റുക. സ്ലൈഡിംഗ് ബട്ടൺ ഈ വീക്കെൻഡ് അലാറത്തിൻ്റെ സൈഡിൽ വയ്ക്കുക. അപ്പോൾ ഇവിടെ എച്ച് കാണിക്കും. ടൈം 4:28 കാണിക്കുന്നുണ്ട് അസർ. നമ്മൾ ജസ്റ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ മൈനസായി 3:29 വരുന്നു. ഇത് ഷാഫി മഹ്ദബാണ്. ഇപ്പോൾ 3:29 ആണ്. ഇത് 4:28 ആണ്. എച്ച് വരുമ്പോൾ എച്ച് വരുന്നത് ഹനഫിയും മൈനസ് വരുന്നത് ഷാഫിയുമായിട്ടാണ് മദ്ഹബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും നോർമലിലോട്ട് വരാം. ഇപ്പോൾ പ്ലസ് ബട്ടൺ അടിക്കുമ്പോൾ തന്നെ അസർ 3:29 മാറിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ടൈം കറക്റ്റ് ആക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ സെറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ലോങ് അങ്ങേയറ്റം പോകാം. അങ്ങേയറ്റം പോകുമ്പോൾ ഇപ്പോൾ 00 എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഫജർ 5:01 അത് നമുക്ക് നമ്മുടെ മസ്ജിദിൽ വിളിക്കുന്നത് ചിലപ്പോൾ 5:02 5:03 ആണെങ്കിൽ നമുക്ക് പ്ലസ് ബട്ടൺ അടിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഷുറൂഖ്, ളുഹർ. അപ്പോൾ എത്ര മിനിറ്റാണോ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതുപയോഗിച്ച് 1 മണിക്കൂർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. 60 മിനിറ്റ് വരെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. തിരിച്ച് വരാം. ഇതുപോലെ എല്ലാ നിസ്കാരവും നമുക്ക് മിനിറ്റുകളുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം.
അതിനുശേഷം സെറ്റിംഗ് ബട്ടണിൽ ഏറ്റവും അവസാനം കൊണ്ടുവന്നാൽ മതി. ഇനി നമുക്ക് അലാറം സെറ്റ് ചെയ്യാം. വൺ ടൈം അലാറം സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സെറ്റിംഗ് ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്യുക. അപ്പോൾ അലാറത്തിൻ്റെ വൺ ടൈം അലാറത്തിൻ്റെ സിമ്പിളിൽ വരും. ഇപ്പോൾ സ്ക്രീനിൽ 8 മണിക്കെന്ന് കാണിക്കും. നമ്മൾ എത്ര മണിക്കാണ് അലാറം വയ്ക്കാനുള്ളത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. ടൈം ഇപ്പോൾ 10 മണിക്കാണെങ്കിൽ 10 മണി സെറ്റ് ചെയ്ത് സെറ്റ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം മിനിറ്റ് സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് സെറ്റ് കൊടുത്താൽ മതി. അതിനുശേഷം വീണ്ടും നോർമലിലോട്ട് വയ്ക്കുക. ഇനി കറക്റ്റ് എത്ര മണിക്കാണ് നമ്മൾ സെറ്റ് ചെയ്തത് 10 മണിക്കാണെങ്കിൽ കറക്റ്റ് 10 മണിക്ക് ഒരു തവണ അലാറം അടിക്കും. അതിനുശേഷം അടിക്കത്തില്ല. ഇനിയുള്ളത് ഫജർ അലാറമാണ്. ഫജർ അലാറത്തിന് വേണ്ടി സെറ്റിംഗ് സ്വിച്ച് സ്ലൈഡ് ചെയ്ത് ഫജർ അലാറത്തിൻ്റെ സിമ്പിളിൽ കൊണ്ടുവയ്ക്കുക. ഇപ്പോൾ ഫജർ 5:01 നമുക്ക് 5:01 മുമ്പായിട്ട് 4:45 4:50 എഴുന്നേൽക്കണമെങ്കിൽ നമ്മൾ അത് സെറ്റ് ചെയ്യുക. ഉദാഹരണത്തിന് 10 മിനിറ്റ് മുമ്പായിട്ട് എഴുന്നേൽക്കണമെന്നുള്ളതിന് 4:51 സെറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ബേക്കിൽ ഫജർ അലാറത്തിൻ്റെ ബട്ടൺ പ്രസ് ചെയ്യണം, ഓൺ ചെയ്യണം. ഇനി എല്ലാ ദിവസവും ഫജർ വിളിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് നമുക്ക് അലാറം കേൾക്കാൻ സാധിക്കും. ഇപ്പോൾ ഫജർ 5:01 4:51 തന്നെ കേൾക്കും. ഇപ്പം ഓരോ ദിവസം കഴിയുന്തോറും 1 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ വരാം. അതനുസരിച്ച് ഫജർ അലാറത്തിനും മാറ്റം സംഭവിക്കും. ഇപ്പം 4:51 ഉള്ളത് 52 ആവും, 53. ഓട്ടോമാറ്റിക്കലി ഫജർ അലാറം ചേഞ്ച് ചെയ്യുന്നതുപോലെ അലാറവും ചേഞ്ച് ചെയ്യുന്നു. ഇനി നമുക്ക് വീക്കെൻഡ് അലാറത്തെക്കുറിച്ച് പരിചയപ്പെടാം. വീക്കെൻഡ് അലാറം സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം സ്ലൈഡിംഗ് ബട്ടണിൽ വീക്കെൻഡ് അലാറത്തിൻ്റെ ഐക്കൺ മുകളിൽ വയ്ക്കുക. ഇപ്പോൾ ടൈം ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് 6 മണിക്കാണ് ഉറക്കം എഴുന്നേൽക്കേണ്ടത് അല്ലെങ്കിൽ അലാറം വേണ്ടെങ്കിൽ സെറ്റ് ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴെയായിട്ട് വീക്കെൻഡ് കാണാൻ സാധിക്കും. എത്ര ദിവസമാണോ വേണ്ടത് അത് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ദിവസങ്ങൾ കുറയുന്നത് കാണാം. അപ്പോൾ നമുക്ക് ഏതൊക്കെ ദിവസം വേണം വേണ്ട എന്നുള്ളതാണ്. ഇപ്പോൾ സൺഡേ ഇല്ല. അപ്പോൾ നമുക്ക് ഏതൊക്കെ ദിവസമാണ് വേണ്ടത് അത് നമുക്ക് ഓൺ ചെയ്ത് വെച്ചതിന് ശേഷം ഇത് ബാക്കിലോട്ട് ആക്കാം, നോർമലി ആക്കാം. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത ദിവസങ്ങളിൽ മാത്രം അലാറം അടിക്കും. ഇപ്പോൾ ഫ്രൈഡേ ഓഫ് ആണെങ്കിൽ ഫ്രൈഡേയിൽ അലാറം അടിക്കത്തില്ല. അല്ലെങ്കിൽ സൺഡേയിലാണ് അലാറം വേണ്ട എങ്കിൽ ആ ദിവസങ്ങളിൽ നമുക്ക് അലാറം അടിക്കത്തില്ല. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും കൃത്യസമയത്ത് അലാറം അടിക്കും. ഇനി നമുക്ക് അസാൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അസാൻ കേൾക്കണമെങ്കിൽ ആദ്യം നമ്മൾ അസാൻ വോളിയം ബട്ടൺ ഓൺ ചെയ്യണം. ഇപ്പം ഞാൻ ഫുൾ വോളിയത്തിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫജർ അലാറം 5 മണിക്കാണ്. ഇപ്പം 4:59 ആയിട്ടുണ്ട്. 5 മണിക്ക് അസാൻ കേൾക്കും. أشهد أن لا إله إلا الله أشهد أن لا إله إلا الله. ഇപ്പോൾ അസാൻ വിളിച്ചിട്ട് 1 മിനിറ്റ് ആയി എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ 30 മിനിറ്റ് വരെ അസാൻ വിളിച്ചിട്ട് എത്ര മിനിറ്റ് ആയി എന്നുള്ളത് കാണിക്കും. ഇനി നമുക്ക് അസാൻ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ മുകളിലത്തെ സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ലൈറ്റ് അടിക്കുകയും അസാൻ ഓഫ് ചെയ്യുകയും ചെയ്യുന്നു.
ഇനി നമുക്ക് സ്ക്രീൻ ഐക്കണെ കുറിച്ച് പരിചയപ്പെടാം. ഏറ്റവും ടോപ്പിൽ വലതുവശത്തായി കാണുന്നത് ടെമ്പറേച്ചറാണ്. അതിനുശേഷം ഉള്ളത് അസാൻ വോളിയം ആണ്. അസാൻ ഓൺ ആക്കിയിട്ടുണ്ടോ ഓഫ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാണിക്കുന്നതിനുള്ള സിമ്പലാണ്. അതിനുശേഷമുള്ളത് സ്നോട്ട്സ് ആണ്. നമുക്ക് ഒരു അലാറം ഒന്നിൽ കൂടുതൽ തവണ കേൾക്കണമെങ്കിൽ അല്ലെങ്കിൽ 5 മിനിറ്റ് ഇടപെട്ട് കേൾക്കണമെങ്കിൽ ഈ സ്വിച്ച് ഓൺ ചെയ്താൽ മതി. അതിനുശേഷം ഉള്ളത് വൺ ടൈം അലാറത്തിൻ്റെ ഐക്കണാണ്. അതിനുശേഷം ഉള്ളത് ഫജർ അലാറത്തിൻ്റെ ഐക്കണാണ്. ഏറ്റവും മെയിനായിട്ട് കാണുന്ന സ്ക്രീനിൽ ഇത് ടൈമും മറ്റേത് മിനിറ്റും AM PM ആണ്. ഏറ്റവും താഴെയുള്ളത് ഡേറ്റ്, മന്ത്, ഇയർ ആണ്. ഇപ്പോൾ കാണിക്കുന്ന 5 മണി ഫജർ അലാറം വിളിച്ചത് ടൈമാണ്. ഇപ്പോൾ 4 കാണിക്കുന്നത് ഫജർ അലാറം വിളിച്ചിട്ട് 4 മിനിറ്റ് ആയി എന്നുള്ളതാണ്. ഇപ്പോൾ 5 കാണിക്കുന്നു. ഇനി അടുത്തതായി രാത്രിയിൽ ലൈറ്റിൻ്റെ പ്രകാശം നോക്കാം. ഇനി എങ്ങനെ നമുക്ക് അസാൻ ടെസ്റ്റ് ചെയ്യാം എന്ന് നോക്കാം. പ്ലസ് ബട്ടണും മൈനസ് ബട്ടണും ഒരുമിച്ച് ലോങ് പ്രസ് ചെയ്യുമ്പോൾ അസാൻ നമുക്ക് കേൾക്കാൻ സാധിക്കും, ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ബേക്കിലത്തെ വോളിയം ബട്ടൺ കൂട്ടും തോറും സൗണ്ട് കൂടി വരും. വൺ ഇയർ വരെ ബാറ്ററി കപ്പാസിറ്റി ഇതിനകത്തുണ്ട്. ഇതിൽ ബാറ്ററി സിമ്പൽ കാണിക്കും, ബാറ്ററി ലോ ആയെന്ന് കാണിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ബേക്കിൽ പോയിട്ട് ഓരോ ബാറ്ററിയും 1/1 ആയിട്ട് ഇടാൻ ശ്രമിക്കുക. 1/1 ആയി ഇടുമ്പോൾ ടൈം മാറിപ്പോകത്തില്ല. നമ്മൾ പഴയ സെറ്റ് ചെയ്തിരിക്കുന്ന അതേ സമയം തന്നെ നമ്മൾ പുതിയ ബാറ്ററി ഇടുമ്പോഴും നിലനിൽക്കും. അതല്ല എങ്കിൽ നമ്മൾ ബാറ്ററി ഇട്ടിട്ട് പുതിയ ബാറ്ററി ഇടുന്ന സമയത്ത് എല്ലാം പോയി ക്ലോക്ക് റീസെറ്റ് ആവുന്നതാണ്. AA യുടെ 2 ബാറ്ററിയാണ്, ആൽക്കലൈൻ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. 1.5 ബാറ്ററി. ഇതിൽ ബേക്കിൽ മോഡൽ നമ്പർ എഴുതിയിട്ടുണ്ട്. CS03 വെർഷൻ P.18. Thank you for watching.